ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 3 ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 3.1 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ഫൈൻഡ് ദ ഡിഗ്രി മെഷർ ഓഫ് ദ ആംഗിൾ സബ്സ്റ്റൻഡഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 100 cm ബൈ ആൻ ആർക്ക് ഓഫ് ലെങ്ത് 22 cm. ഓക്കെ, യൂസ് പൈ ഈക്വൽ ടു 22/7. അതായത് ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ വരും നമ്മളുടെ ചിത്രം. അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയില്ലേ. ഓക്കെ, അതിനെ മായ്ക്കാം. ഒരു സർക്കിളിൻ്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആർക്ക്. ഈ ആർക്കിൻ്റെ ലെങ്ത് ആണ് 22 എന്ന് പറയുന്നത്. റേഡിയസ് ആണ് 100 എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഈ ആംഗിളാണ് കാണേണ്ടത്. ഓക്കെ, ആർക്ക് ലെങ്ത് 22 ആണ്. ആർക്ക് ലെങ്തിനെ L എന്ന് കൊടുത്തു. ദെൻ റേഡിയസ് 100, നമുക്ക് തീറ്റ കാണണം. ഓക്കെ, ആർ ഈക്വൽ ടു L/θ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. റേഡിയസ് ഈക്വൽ ടു L/θ. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് റേഡിയൻ ആണ് കേട്ടോ. റേഡിയനിലാണ് നമുക്ക് മെഷർമെൻറ്റ് കിട്ടുന്നത്. നമ്മളിതിനെ ഡിഗ്രിയിലോട്ട് പിന്നെ മാറ്റുകയാണ് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ഇവിടെ നിങ്ങൾക്ക് മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്യാം കേട്ടോ. ഏത് ഇക്വേഷൻ? എന്താ, മറ്റേ ആർക്ക് ലെങ്ത് കാണാൻ 2πr ഇൻറ്റു x/360 അല്ലെങ്കിൽ θ/360 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാം. ഓക്കെ, പൈ എന്ന് പറഞ്ഞാൽ പൈ റേഡിയസ് 100 ആണ്. എക്സ് കാണണം, സെൻട്രൽ ആംഗിൾ കാണണം, ഈക്വൽ ടു 22 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ വേറൊരു മെത്തേഡാണ് ചെയ്യുന്നത്. ആദ്യം റേഡിയൻ മെഷർമെൻ്റ് ആണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇവിടെ പൈ x/360 എന്നൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അതുകൊണ്ടാണ് ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഈ ഇക്വേഷൻ. ആർ ഈക്വൽ ടു L/θ എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതിന്ന് തീറ്റ ഈക്വൽ ടു L/r എന്ന് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ റേഡിയസ് 100 ആണ്, L 22 ആണ്, θ എന്ന് കിട്ടും. ഈ തീറ്റനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഹരിക്കാനുള്ള അപ്പുറം വരുമ്പോൾ എന്താവും? ഗുണിക്കാനാവും. 100 × θ എന്നാവും. അതിനുശേഷം 100നെ തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരാം. അപ്പോൾ 22/100 എന്നായി അല്ലേ. 22/100 എന്നായി തീറ്റ. ഇനി ഇവിടെ ശ്രദ്ധിച്ചോണേ, ഇതിനെ ഞാനൊന്ന് ചെറുതാക്കി. 22ൻ്റെ പകുതി 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു കേട്ടോ. എത്രയും കൊണ്ട് ഡിവൈഡ് ചെയ്തു? 2 കൊണ്ട്. 22ൻ്റെ പകുതി 11 ആണ്. 100ൻ്റെ പകുതി 50 ആണ്. ഇത്രയും റേഡിയനാണ് നമുക്ക് കിട്ടുക. ഈ റേഡിയനെ നമ്മൾ ഡിഗ്രിയിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. എങ്ങനെയാണ് റേഡിയനെ ഡിഗ്രിയിലോട്ട് മാറ്റുക? റേഡിയനെ ഡിഗ്രിയിലോട്ട് മാറ്റാൻ 180/π ആണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളോട് പൈ എന്ന് പറയുന്ന അതാണോ ആദ്യം കൊടുത്ത് ആനിമേഷൻ കൊടുത്തപ്പോൾ ഒന്ന് മാറിപ്പോയതാണ് കേട്ടോ. ആൻസർ വന്നിട്ടാണ്. ഓക്കെ, റേഡിയനെ ഡിഗ്രിയിലോട്ട് മാറ്റാൻ 180/π ആണ് കൊടുക്കുന്നത്. പൈയുടെ വാല്യൂ ഒക്കെ നമുക്കിവിടെ തന്നിട്ടുണ്ട്, 22/7 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് കൊടുക്കാൻ പോവാണ്. 11/50 × 180/π ഡിഗ്രിയിലോട്ട് മാറ്റുകയാണ് കേട്ടോ. നമ്മളിതാ ഇതിനെ കട്ട് ചെയ്യാൻ പോവാണ്. ഇവിടുന്ന് 0 പോയി. അപ്പം ഇനി ബാക്കി എന്തുള്ളത്? 18/5 അല്ലേ ഉള്ളത്. 0 പോയി. 11/5 18/5 18/π. പൈ എന്ന് പറഞ്ഞാൽ 22/7 ആണ്. 22/7 ആണ്. ആ 22/7നെ നമുക്ക് തിരിച്ചിട്ടൂടെ? അതായത് നമ്മൾ ഫ്രാക്ഷണൽ നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന ഫോർമാറ്റ് നമ്മൾ പഠിക്കുന്നതാണ്. ഫസ്റ്റത്തെ ഫ്രാക്ഷൻ അതേപോലെ എഴുതും, രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എഴുതണം. അപ്പോൾ 18 അവിടുത്തെ ഫസ്റ്റത്തെ ഫ്രാക്ഷൻ, പൈ ആണ് രണ്ടാമത്തെ ഫ്രാക്ഷൻ. 22/7 എന്താവും? 7/22. ഇപ്പം എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 11നെ നമുക്ക് 22 ആയിട്ട് ക്യാൻസൽ ചെയ്യാം. 11ൽ 11 ഒരു പ്രാവശ്യമാണുള്ളത്, 22ൽ 11 2 പ്രാവശ്യമാണുള്ളത്. ഇനി ഈ 18നെ നമുക്ക് ഈ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 9 എന്ന് കിട്ടും കേട്ടോ. ഇപ്പോൾ 1/5 9/1 7/1 എന്ന് കിട്ടി. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 9 9 9 × 7 9 63. അപ്പോൾ 63/5 എന്ന് കിട്ടും. ഇത്രയും ഡിഗ്രിയാണുള്ളത്. ഇനി ഇതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 63നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 63നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 5 എന്ന് കിട്ടും. 6ന്ന് 5 പോയാൽ ശിഷ്ടം 1 വരും. 3നെ അറക്കി എഴുതി 13. 2 5 10 എന്ന് വരും. 13ന്ന് 10 പോയാലും 3 എന്ന് വരും. ഇങ്ങനെയാണ് ഇവിടെ 12 ഡിഗ്രി + 3/5 ഡിഗ്രി എന്ന് പറയുന്നത്. നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. ആദ്യം ആൻസർ അത്രയും ഡിഗ്രി 12 ഡിഗ്രി + 3/5 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഇതിനെ നമ്മൾ ഈ 3/5 ഡിഗ്രീനെ നമ്മൾ മാറ്റണം. 2 മെഷർമെൻറ്റ് ഒന്നിച്ച് നമ്മൾ കൊടുക്കൂല. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റാൻ പോകണം കേട്ടോ. 1 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ് ആണ്.
ഓക്കെ. അപ്പോൾ നമ്മളിതിനെ മാറ്റുമ്പോൾ അപ്പോൾ 1 ഡിഗ്രി 3 ആണെന്നുണ്ടെങ്കിൽ 3/5 ഡിഗ്രി എത്രയായിരിക്കും? അതിനെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 3/5 × 60 എന്ന് വരും. ഓക്കെ. അപ്പോൾ ഈ 60നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമ്മളൊരു എളുപ്പപ്പണിക്ക് ചെയ്യുന്നതാണ് കേട്ടോ. നേരെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3നെ 60 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 5 ഡിവൈഡ് ചെയ്താലും മതി. ഞാൻ 60നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1 5 5 6ന്ന് 2 പോയാൽ 5 2 5 6ന്ന് 5 പോയാൽ 1 0 2 5 10 കണ്ടോ 12. അങ്ങനെയാണ് ഇവിടെ 12 കിട്ടി. പിന്നെ 12 × 3 ചെയ്യുക. അപ്പോൾ 36. പിന്നെ ഇവിടെ പോയിന്റുകളൊന്നും വരുന്നില്ലല്ലോ. നമുക്ക് സാധാരണ ഒരു നമ്പറാണ് കിട്ടിയത്. അപ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഡിഗ്രി മെഷർ ഓഫ് ദ ആംഗിൾ സബ്സ്റ്റൻഡ് അറ്റ് ദ സെൻറ്റർ. അപ്പോൾ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഡിഗ്രി മെഷർ എത്രയാണ് വരുന്നത്? 12 ഡിഗ്രി 36 മിനിറ്റ് എന്നാണ് വരുന്നത്. ഓക്കെ. കറക്റ്റ് മെഷർമെൻറ്റ് എത്ര വരുന്നത്? 12 ഡിഗ്രി 36 മിനിറ്റ് എന്നാണ് വരുന്നത്. ഓക്കെ അല്ലേ?